എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 3rd ചാപ്റ്ററാണ്. അതിൽ ഉദാരവൽക്കരണ നയം, സ്വകാര്യവൽക്കരണ നയം, ആഗോളവൽക്കരണ നയം. ഉദാരവൽക്കരണ നയം ഓരോ മേഖലയിലും വ്യവസായ രംഗത്ത്, ധനകാര്യ രംഗത്ത്, നികുതി രംഗത്ത് എല്ലാം എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വകാര്യവൽക്കരണം എന്താണ്, ആഗോളവൽക്കരണം എന്താണ്, അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടന. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്വകാര്യവൽക്കരണം? നമുക്കറിയാം, ഉദാരവൽക്കരണ നയത്തോടൊപ്പം തന്നെ ഉണ്ടാക്കിയ ഒരു നയമാണ് സ്വകാര്യവൽക്കരണ നയം. ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തുണ്ടായ പ്രതിസന്ധി ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് സ്വകാര്യവൽക്കരണം? സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയോ നടത്തിപ്പോ സ്വകാര്യ മേഖലയ്ക്ക് നൽകുക. അതാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 രീതിയിലാണ് നടത്തുന്നത്. ഒന്നാമത്തേത്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിനുള്ള ഉടമസ്ഥതയിൽ നിന്നും നടത്തിപ്പിൽ നിന്നും പിൻവാങ്ങുക. രണ്ടാമത്തേത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക. ഈ 2 രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടപ്പാക്കുന്നത്. ഇതിന് ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് സ്വകാര്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കണം. അപ്പോൾ എന്താണ് സ്വകാര്യവൽക്കരണം? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ്. ഇതാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, സ്വകാര്യവൽക്കരണ നയം പലപ്പോഴും സ്വകാര്യവൽക്കരണത്തെ ആദ്യകാലങ്ങളിലൊക്കെ എതിർത്തിരുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവർ. പക്ഷേ സ്വകാര്യവൽക്കരണം, അതുപോലെ ഇന്ത്യയിലുള്ള ആൾക്കാരും, പക്ഷേ സ്വകാര്യവൽക്കരണം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് കാലത്ത് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ BSNL ആയിരുന്നു ടെലിഫോൺ രംഗത്ത് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ BSNL കാണാനേ ഇല്ല അല്ലേ. ആ സമയത്തൊക്കെ നമുക്കൊരു STD IST കോളുകളൊക്കെ വിളിക്കണമെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ചിലവാകുമായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിലോ, ഇന്ന് സ്വകാര്യ കമ്പനികൾ എയർടെൽ, ഐഡിയ, വോഡോഫോൺ ഇങ്ങനെയുള്ള ഇതൊക്കെ സ്വകാര്യ കമ്പനി, മൊബൈൽ കമ്പനികൾ വരികയും അവരുടെ കോമ്പറ്റീഷൻ, അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ പരമാവധി ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം മത്സരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബെനിഫിറ്റ് ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. നമുക്കറിയാം, ജിയോ ഫ്രീ ആയിട്ട് സിം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതോടുകൂടിയാണ് പ്രധാനമായിട്ടും ഈ മൊബൈൽ രംഗത്ത് അല്ലെങ്കിൽ ഫോൺ രംഗത്ത് ഒരുപാട് റിലാക്സേഷൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ജിയോ സിം കൊടുത്തപ്പോൾ എല്ലാ ആൾക്കാരും തന്നെ ജിയോ സിം വാങ്ങിക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ ബാക്കിയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ലഭിക്കാത്ത അവസ്ഥ വന്നു. അപ്പോൾ അവർക്ക് ആ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ അവരുടെ ന്യൂ പ്ലാനുകൾ അപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ റേറ്റ് കുറയ്ക്കുക. ഇപ്പം ഇന്നത്തെ കണ്ടീഷൻ പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ടോക്ക് ടൈം കിട്ടുക, അതുപോലെ തന്നെ 3 GB 28 ഡേയ്സിന് കിട്ടുക എന്നുള്ളതൊക്കെ ജിയോ സിം വരുന്നത് വരെ അതുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് അത് വന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുണ്ട് അല്ലേ. സ്വകാര്യവൽക്കരണം ഒരു പരിധി വരെ നല്ലതാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുകയാണ്. സ്വകാര്യ വ്യക്തികൾ നേടിയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തി അത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാഭം പരമാവധി ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വളരെയേറെ നല്ല രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KSRTC, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ. KSRTC യാതൊരു തരത്തിലുള്ള ടൈം ഷെഡ്യൂളും നോക്കാതെയാണ് അവർ ഓടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പ്രൈവറ്റ് ബസ്സാണെങ്കിൽ എങ്ങനെയാണ്, അവർ ഓരോ മിനിറ്റിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. ഒരു ബസ് അടുത്ത ബസ്സിൻ്റെ സമയത്ത് കയറി വന്നപ്പോൾ അവരത് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് പരമാവധി ലാഭം നേടുക എന്നുള്ളതാണ് സ്വകാര്യ വ്യക്തികളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെ സ്വകാര്യവൽക്കരണം നല്ലത് തന്നെയാണ്. കോമ്പറ്റീഷൻ കൂടുകയും ഒപ്പം തന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരമാവധി നല്ല എഫിഷ്യൻ്റായിട്ട് ഇത് കൊണ്ടുനടക്കുകയും ചെയ്യും. ദെൻ
അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. എന്താണ് സ്വകാര്യവൽക്കരണം? സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതാവകാശം അല്ലെങ്കിൽ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, അതാണ് സ്വകാര്യവൽക്കരണം. അതുപോലെ തന്നെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇവിടുന്ന് വരാം. പിന്നെ വരുന്നതാണ് ആഗോളവൽക്കരണം. മൂന്നാമത്തെ ടൂളാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റു സമ്പദ് വ്യവസ്ഥകൾക്ക് മുമ്പിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുക, അതാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ലോകത്തെ മൊത്തത്തിൽ ഒരു ആഗോള ഗ്രാമമായിട്ട് കണക്കാക്കുക. നമുക്ക് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇരുന്നാൽ നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇന്നിവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് സ്പോട്ടിൽ ആ ടൈമിൽ അറ്റ് എ ടൈമിൽ അതറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇന്നുണ്ട്. വസ്തുക്കളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്താനായിട്ടൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ലോകത്തെ മൊത്തത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ലോകത്തെ മൊത്തത്തിൽ ഒരു ആഗോള ഗ്രാമമായിട്ട് കണക്കാക്കുക, അതാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഔട്ട് സോഴ്സിങ്, പുറം കരാർ. എന്താണ് പുറം കരാർ എന്ന് പറയുന്നത്? ഒരു കമ്പനി തൻ്റെ ജോലികൾ ചെയ്യുന്നതിന് പുറമേ നിന്ന് സഹായം സ്വീകരിക്കുക, അതിനെയാണ് പുറം കരാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്ക പോലുള്ള വികസിത രാജ്യത്തെ കമ്പനികൾ അവരുടെ കമ്പനിക്ക് ആവശ്യമായിട്ട് ജോലികൾ ചെയ്യാനായിട്ട് ഇന്ത്യയെപ്പോലെ വികസ്വര രാജ്യങ്ങളിലെ തൊഴിലാളികളെ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വികസന രാജ്യമായി ഇന്ത്യയിൽ ഒരു തൊഴിലാളി അമേരിക്കയിൽ പോലും ജോലി ചെയ്യണമെങ്കിൽ, വികസന രാജ്യത്തെ പോലും ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു മനസ്സുണ്ടാകണം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നാടിനോടും വീടിനോടും കൂടുതലുള്ള ആൾക്കാർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം വിദേശ കമ്പനികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശ കമ്പനികൾക്കും ലാഭമാണ്. അവരിവിടെ നിന്ന് ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അക്കോമഡേഷനും ബാക്കി എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്ത് വരുമ്പോൾ അവർക്ക് കൂടുതൽ സാലറി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എക്സ്പെൻസ് വരും. പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ഇരുന്ന് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും എക്സ്പെൻസ് വരുന്നില്ല. അപ്പോൾ വിദേശ കമ്പനിക്കാർക്കും നല്ലതാണ്, ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ വിദേശ കമ്പനിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത് നല്ലൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഔട്ട് സോഴ്സിങ് എന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഈ 3 ടൂളുകൾ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്താണെന്ന് പഠിക്കുക, അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതാണ് നമുക്കറിയാം 1948 നിലവിൽ വന്ന ജനറൽ എഗ്രിമെൻറ്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ്, അതായത് മറ്റു രാജ്യങ്ങളുമായിട്ട് കരാറുകളിൽ ഏർപ്പെടുക, വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താനായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു, അതാണ് ഗാട്ട്, ജനറൽ എഗ്രിമെൻറ്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ്. ആ രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് പരസ്പരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വ്യാപാരം ചെയ്യണമെങ്കിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. പക്ഷേ 1948 രൂപം കൊണ്ട് ഈ സംഘടന വളരെയേറെ ഫെയില്യൂറായിരുന്നു, അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാനായിട്ട് വളരെയേറെ പ്രയാസം നേരിട്ടു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് 1995 ജനീവ ആസ്ഥാനമായി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാതൊരു തരത്തിലുള്ള താരിഫോ ടാക്സോ ഒന്നും ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക, അതാണ് ഈ ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അതാണ് ഈ ഭാഗത്തു നിന്ന് വരാൻ ചാൻസുള്ള മെയിൻ ക്വസ്റ്റ്യൻസ്. എന്താണ് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, അത് ഓരോന്നും ഓരോ മേഖലയിൽ എങ്ങനെ അപ്ലൈ ചെയ്തു. SCA ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് വേണം, ഇതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.